പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS, BSc നഴ്സിംഗ് അതുപോലെ തന്നെ 11ഓളം വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ നൽകാവുന്ന ലാസ്റ്റ് ഡേറ്റ് നാളെ 15/8/2024 ട്രയൽ അലോട്ട്മെൻറ്റ് വരിക 16/8/2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 19/8/2024 ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുക. നഴ്സിംഗ് ഉൾപ്പെടെ പല കോഴ്സുകളിലും ഇനിയും അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ വഴി വിശദീകരിക്കപ്പെടുന്നത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള കോളേജ് കോഴ്സ് ലിസ്റ്റ് പ്രകാരം എത്ര സീറ്റുകളിലേക്കാണ് ഓരോ കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ ഗവൺമെൻറ് കോളേജുകളിൽ എത്ര സീറ്റുകളുണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജിൽ എത്ര സീറ്റുകളുണ്ട് എന്നീ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് നഴ്സിംഗിൻ്റെ കാര്യമെടുക്കാം. 5566 സീറ്റുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നൽകാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ 1090 സീറ്റുകൾ ഗവൺമെൻറ് കോളേജുകളിൽ ഉള്ളതാണ്. 14 ഗവൺമെൻറ് കോളേജുകളിലാണ് 1090 സീറ്റുകൾ ഉള്ളത്. ബാക്കി വരുന്ന 4476 സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ്. ഈ 4476 സീറ്റുകൾ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 3500ഓളം മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളുണ്ട്. അതിലേക്ക് PNC, MAC, MC, SFNCK അതുപോലെ തന്നെ നേരിട്ട് അപ്ലിക്കേഷൻ ക്ഷണിച്ച് അഡ്മിഷൻ നടത്തുന്ന കോളേജുകളുമുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടത്തപ്പെട്ട പല കോളേജുകൾക്കും ഇതുവരെയും അപ്രൂവൽ ലഭിക്കാത്ത കോളേജുകളുമുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അവയ്ക്കും അപ്രൂവൽ ലഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 10,000-ന് മുകളിലുള്ള സീറ്റുകളിലേക്ക് BSc നഴ്സിംഗിന് വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഇതിൽ 448 സീറ്റുകൾ ഉൾപ്പെടുന്ന വിവിധ കോളേജുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നൽകാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ 79 സീറ്റുകൾ ഗവൺമെൻറ് കോളേജുകൾ 3 ഗവൺമെൻറ് കോളേജുകളിലും 369 സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുമായിട്ടാണുള്ളത്. ഇതുകൂടാതെ 350 സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളായിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം കോളേജുകളിലേക്കും പല കോളേജുകളും നേരിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. ചില കോളേജുകളിലേക്ക് CPAS വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ SPMA വെബ്സൈറ്റ് വഴിയും അഡ്മിഷൻ നടത്തപ്പെടുന്നുണ്ട്. ഇനി ഡയാലിസിസ് ടെക്നോളജി, ടോട്ടൽ 74 സീറ്റിൽ 60 സീറ്റ് ഗവൺമെൻറ് കോളേജുകളിലും 14 സീറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലുമാണുള്ളത്. ഇതുകൂടാതെ 14ഓളം സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളായിട്ട് ഉണ്ടാകും സെൽഫ് ഫിനാൻസ് കോളേജിൽ. അങ്ങനെ ഏകദേശം ടോട്ടൽ 90ഓളം സീറ്റുകളാണ് ഇതിൽ ഉള്ളത്. അടുത്തത് ഒപ്റ്റോമെട്രി, 201 സീറ്റാണുള്ളത്. അതിൽ 44 സീറ്റ് ഗവൺമെൻറ്റിലും 154 സീറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലുമാണുള്ളത്. അതിലേക്കാണ് LBS വഴി ഇപ്പോൾ അഡ്മിഷൻ നടത്തപ്പെടുന്നത്. ബാക്കി 150ഓളം മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 350ഓളം സീറ്റുകളാണ് ഉള്ളത്. അടുത്തത് BPT, ഫിസിയോതെറാപ്പി, 365 സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള സീറ്റുകളിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ LBS അഡ്മിഷൻ നടത്തപ്പെടുക. ഒരു കോളേജിൽ കോട്ടയത്ത് ഗവൺമെൻറ് കോളേജിൽ 30 സീറ്റുകൾ അപ്രൂവലായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവൽ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടില്ല. ഇതുകൂടാതെ 350ഓളം സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളുമായിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 700ഓളം സീറ്റുകളാണ് BPTക്ക് കേരളത്തിലുള്ളത്. ഇനി അടുത്തത് BASLP, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ടോട്ടൽ 70ഓളം സീറ്റുകളാണ് LBS വഴി അലോട്ട്മെൻറ്റ് ഇപ്പോൾ നടത്തപ്പെടുക. അതിൽ 25 സീറ്റ് ഗവൺമെൻറ്റിലും 45 സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുമാണ്. ഇതുകൂടാതെ 45ഓളം സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുമായിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 115ഓളം സീറ്റുകളാണുള്ളത്. ഇനി അടുത്തത് കാർഡിയോ വാസ്കുലാർ ടെക്നോളജി, ടോട്ടൽ 25 സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് വരിക. അതിൽ 21 സീറ്റ് ഗവൺമെൻറ്റിലും 4 സീറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലുമാണുള്ളത്. ഇതുകൂടാതെ 4-5 സീറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുമായിട്ടുണ്ടാകും. അങ്ങനെ ടോട്ടൽ 30ഓളം സീറ്റുകളാണ് ഉള്ളത്. ഇനി അടുത്തത് ഒക്യുപേഷണൽ തെറാപ്പി, ഇതിൽ 50ഓളം സീറ്റുകളിലേക്കാണ് LBS വഴി ഇപ്പോൾ അലോട്ട്മെൻറ്റ് വരിക. അതിൽ 20 സീറ്റ് ഗവൺമെൻറ്റിലും 30 സീറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലുമാണുള്ളത്. പിന്നെ ഇതുകൂടാതെ 30ഓളം സീറ്റുകൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുമായിട്ടുണ്ടാകും. അങ്ങനെ ടോട്ടൽ 80ഓളം സീറ്റുകൾ ഉണ്ട്. ഇനി വരുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ടോട്ടൽ 37 സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് വരിക. അതിൽ 30 സീറ്റുകൾ ഗവൺമെൻറ്റിലും 7 സീറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലുമാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ ഇതുകൂടാതെ 7ഓളം മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളും ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 44ഓളം സീറ്റുകളാണുള്ളത്. ഇനി അടുത്തത് റേഡിയോ തെറാപ്പി ടെക്നോളജി, ഇത് ഗവൺമെൻറ്റിൽ മാത്രമാണുള്ളത്. 11 സീറ്റുകളാണ് ടെക്നോളജി, ടോട്ടൽ 15 സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് വരിക. അതിൽ 11 സീറ്റ് ഗവൺമെൻറ്റിലും 4 സീറ്റ് സെൽഫ് ഫിനാൻസിലുമാണുള്ളത്. ഇതുകൂടാതെ 4 സീറ്റ് സെൽഫ് ഫിനാൻസിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുമായിട്ടുണ്ടാകും. അങ്ങനെ ടോട്ടൽ 19ഓളം സീറ്റുകളാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന കോഴ്സിലുള്ളത്. ഇനി
ഇനി ന്യൂറോ ടെക്നോളജി, ഇതിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ ആകെ 2 സീറ്റ് മാത്രമാണുള്ളത്, ഗവൺമെന്റിൽ ഇല്ല. ഇനി നഴ്സിംഗിലും പാരാമെഡിക്കലിലുമായി ടോട്ടൽ എത്ര സീറ്റുകളിലേക്കായിരിക്കും അലോട്ട്മെന്റ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യ അലോട്ട്മെന്റിൽ തന്നെ എല്ലാ സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് വരണമെന്നില്ല. ചില റിസർവേഷൻ സീറ്റുകളിലേക്ക് സെക്കൻഡിലോ തേർഡ് അലോട്ട്മെന്റിലോ ഒക്കെയായിരിക്കും ഫിൽ ചെയ്യപ്പെടുക. ഇനി ടോട്ടൽ സീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പ്രകാരം 6864 സീറ്റുകളിലേക്കായിരിക്കും അലോട്ട്മെൻറ്റ് വരിക. ഇതുകൂടാതെയും ഇനിയും അഡ്മിഷൻ നടത്തപ്പെടാനുള്ള കോളേജുകളുണ്ട്. ആ കോളേജുകൾ അപ്രൂവ്ഡ് ലിസ്റ്റിൽ വരുന്ന മുറയ്ക്ക് അതിലേക്കും വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.